ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. ബട്ടർ ഗാർലിക് എഗ് എന്ന് പറയും. എഗ്ഗൊക്കെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമ്മളൊരു സോസ് ഇട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഇത് മാത്രമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിത് ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ബട്ടർ ഗാർലിക് എഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ബട്ടർ ഗാർലിക് എഗ് ഉണ്ടാക്കാനായിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. മുട്ട നല്ലതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. മുട്ട ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത്. കുറച്ച് സമയം ഇതുപോലെ വെക്കുക. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെക്കുക. അതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പതിയെ സ്പൂൺ കൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ് പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ മുട്ട തീരെ ചെറിയ കഷ്ണങ്ങളായി പോകരുത്. മുട്ട സ്പൂൺ കൊണ്ട് ഇതുപോലെ പതുക്കെ ഇളക്കി കൊടുക്കണം. മുട്ട ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് സ്പൂൺ കൊണ്ട് 1 ഇഞ്ച് വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് ഇതുപോലെ പതുക്കെ കട്ട് ചെയ്തെടുക്കാം. മുട്ട കൂടുതൽ ഓവറായിട്ട് മൂത്ത് പോകരുത്. മുട്ടയെല്ലാം നല്ല പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വീണ്ടും പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. പാല് ചേർത്ത് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പാല് നല്ലതുപോലെ തിളച്ച് കുറുകി വരണം. പാല് നല്ലതുപോലെ തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ മുട്ടയിൽ നേരത്തെ ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. സോസ് എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. വൈറ്റ് സോസ് നല്ലപോലെ മുട്ടയിലൊന്ന് പിടിച്ചു വരണം. ഇപ്പോൾ സോസ് എല്ലാം മുട്ടയിൽ പിടിച്ച് പാകമായി വന്നിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. റെഡിയായ മുട്ട നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്